അസാധാരണ നടപടിയുമായി ലോകായുക്ത. ദുരിതാശ്വാസ നിധി വകമാറ്റൽ കേസിൽ വാർത്താക്കുറിപ്പിറക്കി വിശദീകരണം. ഭിന്നവിധി ആക്ഷേപത്തിൽ കഴമ്പില്ല. മുഖ്യമന്ത്രിയോട് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്നും വിശദീകരണം. അരിക്കൊമ്പൻ കേസിൽ സർക്കാർ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഹൈക്കോടതി വിദഗ്ധ സമിതി തീരുമാനം യുക്തിസഹതമെന്ന നിരീക്ഷണം. ആനയുടെ പുനരധിവാസം പറമ്പിക്കുളത്ത് തന്നെ. താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി ഷാഫിയെ കർണാടകയിൽ കണ്ടെത്തി താമരശ്ശേരിയിൽ എത്തിച്ചു. ഷാഫിയെ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയത് 11 ദിവസം മുൻപ്. അബ്ദുൾ നാസർ മഅദനിക്ക് കേരളത്തിലെത്താം. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ച് സുപ്രീം കോടതി. പിതാവിനെ കാണാൻ ജൂലൈ 10 വരെ കേരളത്തിൽ തങ്ങാമെന്നും കോടതി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ പരീക്ഷണ ഓട്ടം പൂർത്തിയായി. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 5:10 പുറപ്പെട്ടു. 12:20 കണ്ണൂരിലെത്തി. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയത് 7 മണിക്കൂർ 10 മിനിറ്റ് പിന്നിട്ട്.